ഇത് കപ്പ ഉണക്കിയതാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് പുട്ട് ചുടാം. ഇത് പൊടിച്ചിട്ട് കലക്കി കുറുക്കിയിട്ട് നമുക്ക് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനും പറ്റും. അതുകൊണ്ട് ഇത് പൊടിക്കണം. മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി, നന്നായി പൊടിയും. കപ്പ പൊടിച്ചത് റെഡിയായി. നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെള്ളം കുടഞ്ഞ് കുഴയ്ക്കാം. കുഴച്ചിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ട് പുട്ടുപാത്രത്തിലേക്ക് ഇട്ടിട്ട് ചുടുക. കപ്പ പൊടിച്ചതാണ്. ഇതാ നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തിട്ട് കുഴയ്ക്കുക. കുഴച്ചിട്ട് പുട്ട് ചുടാം. ഇത് തന്നെ കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കി എടുത്തിട്ട് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും പറ്റും. അപ്പം ഇത് പുട്ട് ചുടാനാണ്. പൊടിയിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കപ്പപ്പൊടി കുഴച്ച് വെച്ചതാണ്. അത് ഈ കുറ്റിയിലേക്ക് ഇടുകയാണ്. അതിനായിട്ട് തേങ്ങ ആദ്യം കുറച്ചിട്ടു. പിന്നെ പൊടി കുറച്ചും കൂടെ തേങ്ങ ഇട്ടു. കുറച്ചും കൂടെ സാധാരണ പുട്ട് ചുടുന്ന മാതിരി തന്നെ ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് കപ്പയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാണ്, ഒന്ന് ചൂടാറണം കഴിച്ചു നോക്കാൻ. ഇതേപോലെ എല്ലാവരും കപ്പ ഉണക്കിയിട്ട് പുട്ട് ചുട്ടിട്ട് കഴിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.